ഇന്ന് ജൂലൈ 5 ഇന്ന് രാവിലെ 4:18 ജപ്പാനിൽ അസാധാരണമായത് എന്തൊക്കെയോ സംഭവിക്കും എന്ന ഒരു പ്രവചനം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ വ്യാപകമായി പ്രചരിക്കുകയായിരുന്നു. പലയിടത്തു നിന്നും ആശങ്കകൾ പങ്കുവച്ച് പലരും പല പോസ്റ്റുകളും ഇട്ടിരുന്നു. ഒപ്പം ജപ്പാനിലെ അധികാരികൾ പറഞ്ഞ അത്തരം ആശങ്കകൾക്കൊന്നും സ്ഥാനമില്ല എന്നതാണ്. എന്നാൽ ഇപ്പോൾ ജപ്പാനിലെ അധികാരികൾ പറഞ്ഞത് തന്നെ സംഭവിച്ചിരിക്കുന്നു. പ്രവചനം യാഥാർത്ഥ്യമായില്ല. ജൂലൈ 5 പുലർച്ചെ 4:15 ജപ്പാൻ ഒരു മഹാദുരന്തത്തെ നേരിടേണ്ടി വരും എന്ന പ്രവചനം ലോകത്തെ ആകെ മുൾമുനയിൽ നിർത്തിയിരുന്നു. 1995 കോംബെ ഭൂകമ്പവും 2011 തൊഹോക്കു സുനാമിയും പ്രവചിച്ച ജപ്പാന്റെ ബാബ വാങ്ക എന്നും അറിയപ്പെടുന്ന റിയോ തൽസുക്കിയുടെ 2021 ദ ഫ്യൂച്ചർ ഐ സോ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഈ പ്രവചനം. ഇത് ലോകമെമ്പാടും ചർച്ചയായതോടെ ഒരുപാട് പേർ ജപ്പാനിലേക്കുള്ള യാത്രാ പദ്ധതികൾ ഉപേക്ഷിച്ചിരുന്നു. പോരാത്തതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ നൂറുകണക്കിന് ചെറിയ ഭൂകമ്പങ്ങൾ ഉണ്ടായിരുന്നു. ഇതോടെ പ്രവചനം സത്യമാകാൻ പോവുകയാണോ എന്ന ഭീതിയും ഉണ്ടായി. എന്നാൽ ജപ്പാനിൽ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിപ്പോൾ വരികയാണ് ഒരു മലയാളി യുവാവ്. റമീസ് എന്നാണ് ഇയാളുടെ പേര്. ഇദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയിലാണ്, ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെയാണ് ഈ വിവരങ്ങൾ പറയുന്നത്. ജപ്പാൻ സമയം രാവിലെ 7:35 ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെയാണ് യുവാവ് രംഗത്തെത്തിയത്. ജപ്പാനിലെ റോഡൊക്കെ നോക്കൂ, എല്ലാവരും നന്നായി ഉറങ്ങുകയാണ്. ഞാൻ ജോലിക്ക് പോകുന്നു, രാവിലെ 7:35 ജോലിക്ക് പോകാനുള്ള സമയമായി. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ജീവനോടെ ഉണ്ടോ എന്ന് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു. ഞാൻ ജീവനോടെ ഉണ്ട്, അൽഹംദുലില്ലാ. ഇഷ്ടംപോലെ ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല, ബേജാറാകേണ്ട. ചോദിച്ചവർക്കൊക്കെ നന്ദി, നമസ്കാരം. 2011 ജപ്പാനിലെ ഭൂമികുലുക്കവും സുനാമിയും 2011 ഗ്രേറ്റ് ഈസ്റ്റ് ജപ്പാൻ ഭൂകമ്പം തൊഹോക്കുവിനെ പിടിച്ചുകുലുക്കിയ സമയത്ത് തൽസുക്കിയുടെ പുസ്തകം അത്ര പ്രചാരത്തിലുണ്ടായിരുന്നില്ല. 2011 ജപ്പാനിൽ ദുരന്തമുണ്ടാകുമെന്ന് അവർ പ്രവചിച്ചത് 2020 വൈറലായത്. പുസ്തകത്തിന് 1-ാം പേജിൽ തന്നെ അവർ ഈ പ്രവചനം നടത്തിയിരുന്നു. വൈകാതെ TV ചാനലുകൾ, മാധ്യമ സ്രോതസ്സുകൾ അതൊക്കെ ഏറ്റെടുത്തു. 99 എഴുതിയ ഒരു പുസ്തകത്തിന് 2011 ഒരു ദുരന്തം എങ്ങനെ പ്രവചിക്കാൻ കഴിയും? വലിയ ഒരു ദുരന്തം ഞാൻ സ്വപ്നം കണ്ടു. ജാപ്പനീസ് ദ്വീപ സമൂഹത്തിന് തെക്ക് പസഫിക് സമുദ്രത്തിലെ ജലം ഉയരും എന്നാണ് ഈ പുസ്തകത്തിൽ ഒരു ഭാഗത്ത് പറയുന്നത്. അവർ നിരവധി പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. 2020 COVID-19 ആ മഹാമാരിയെക്കുറിച്ച് പ്രവചിച്ചിരുന്നു. ഒരു വൈറസ് 2020 ആഗോളതലത്തിൽ നാശം വിതയ്ക്കുമെന്നായിരുന്നു തൽസുഖിയുടെ പ്രവചനം. 2020 ആകുമ്പോൾ ഒരു അജ്ഞാത വൈറസ് പ്രത്യക്ഷപ്പെടും. ഏപ്രിലിൽ അത് ഉച്ചസ്ഥായിലെത്തുമെന്നാണ് പുസ്തകത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഏപ്രിലിൽ വൈറസ് വ്യാപനം ഉച്ചസ്ഥായിലെത്തിയില്ല. മറിച്ച് 2021 വൈറസ് ലോകമെമ്പാടും സർവനാശം വിതച്ചത്. 2030 COVID-19 തിരിച്ചു വരും എന്ന് പറയുന്നുണ്ട്. അത് 2020 മാത്രം COVID-19 വ്യാപനം ഒതുങ്ങുന്നില്ല. ഈ വൈറസ് തിരിച്ചു വരുമെന്നാണ് പ്രവചനം. അത് പിന്നീട് അപ്രത്യക്ഷമാകും, പക്ഷേ ഏകദേശം 10 വർഷത്തിന് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടും എന്ന് അവർ എഴുതിയിട്ടുണ്ട്. തൽസുഖിയുടെ പ്രവചനം യാഥാർത്ഥ്യമായ ലോകത്തെ മുഴുവൻ ലോക്ക്ഡൌണിലേക്ക് തള്ളിവിട്ട വൈറസ് അടുത്ത 5 വർഷത്തിനുള്ളിൽ വീണ്ടും തിരിച്ചു വന്നേക്കാം. എന്തായാലും ഇപ്പോൾ ജപ്പാനിലെ ഈ പ്രവചനത്തിന്റെ ആ ഒരു സാധ്യത പരിശോധിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അത് നടക്കാനും സാധ്യതയില്ല, നടക്കാതിരിക്കാനും സാധ്യതയില്ല എന്ന് 2 പക്ഷം ചിന്തിക്കേണ്ടി വരും. ഫ്രെഡി മെർക്കുറിയുടെ മരണം ഇവർ പ്രവചിച്ചിരുന്നു. റോക്ക് ബാൻഡ് ക്വീനിലെ പ്രധാന ഗായകന് ഫ്രെഡി മെർക്കുറിയുടെ മരണത്തെക്കുറിച്ച് പ്രവചനം നടത്തിയിരുന്നു. ഈ മരണം അവർ ഒരു സ്വപ്നത്തിൽ കാണുകയായിരുന്നു. 91 നവംബർ 24 മെർക്കുറി മരിക്കുന്നതിന് കൃത്യം 15 വർഷം മുൻപ് 1976 നവംബർ 24 അവർക്ക് ആ സംഭവത്തെക്കുറിച്ച് ദർശനമുണ്ടായി. 86 നവംബർ 29 രണ്ടാമതൊരു സ്വപ്നം കൂടി കണ്ടു. അതിൽ മറ്റ് ബാൻഡ് അംഗങ്ങളെയും അജ്ഞാതനായ ഒരു മനുഷ്യന്റെ പ്രതിമയെ അവർ കണ്ടു. പിന്നെ അതുപോലെ തന്നെ 95 ഗ്രേറ്റ് ആൻഷ്യൻ ഭൂകമ്പം അഥവാ കോബെ ഭൂകമ്പം, അത് ജപ്പാനിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടാക്കിയ 2ാമത്തെ ഭൂകമ്പമാണ്. 95 ജനുവരി 17 ഹോഗ്യോ പ്രിഫെക്ടറിന്റെ തെക്കൻ ഭാഗത്ത് 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. ഇതിനെക്കുറിച്ചും ദർശനമുണ്ടായി എന്നവർ എഴുതിയിട്ടുണ്ട്. ഏകദേശം 20 സെക്കൻഡോളം ഭൂമി കുലുങ്ങുകയും 5000 പേർ മരിക്കുകയും ചെയ്തു. 2025 ജപ്പാനിലെ ദുരന്തവും അവർ പ്രവചിച്ചിരുന്നു. അതിനെക്കുറിച്ചും അവർക്ക് സ്വപ്നം കാണാൻ സാധിച്ചു എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. 2011 സംഭവത്തെക്കാൾ ഭയാനകമായ ഒന്നായിരിക്കും അതെന്ന് അവർ എഴുതി. ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിലുള്ള സമുദ്രത്തറ വീണ്ടും കയറും. എല്ലാ ദിശകളിലേക്കും വലിയ തിരമാലകൾ ഉയരും. പസഫിക് റിം രാജ്യങ്ങളെ സുനാമി നശിപ്പിക്കും. 2011 മാർച്ചിലുണ്ടായ ഗ്രേറ്റ് ഈസ്റ്റ് ജപ്പാൻ ഭൂകമ്പത്തേക്കാൾ 3 ഇരട്ടി വലിയ സുനാമി തിരകൾ രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ആഞ്ഞടിക്കും. അതുപോലെ 2011 ഭൂകമ്പവും സുനാമിയും ഉണ്ടായതിനാൽ 2025 പ്രവചനവും ആളുകളിൽ വലിയ ഭീതി സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും തൽസുഖിയുടെ പ്രവചനങ്ങൾ പറഞ്ഞ ദിവസം സംഭവിച്ചില്ലെങ്കിൽ അത് 15 വർഷത്തിന് ശേഷം സംഭവിക്കാൻ ഇടയുണ്ട് എന്നതാണ് ആശ്വാസം നൽകുന്ന ഒരു കാര്യമെന്ന് വിലയിരുത്തലുകൾ വരുന്നു. ഒരു സംഭവം പ്രവചിച്ചതുപോലെ സംഭവിച്ചില്ലെങ്കിൽ അത് 15 വർഷം മുന്നോട്ട് നീങ്ങുമത്രേ. അതിനാൽ ജൂലൈ 5 സുനാമിയെക്കുറിച്ചുള്ള പ്രവചനം അതുപോലെ സംഭവിച്ചില്ലെങ്കിൽ അത് 2024 സംഭവിക്കുക. അതുപോലെ 2030 COVID-19 തിരിച്ചു വന്നില്ലെങ്കിൽ 2045 അത് സംഭവിക്കും എന്നാണ് കരുതുന്നത്. അതുവരെ ലോകത്തിന് ആശ്വസിക്കാം എന്നാണ് ഇപ്പോൾ ഈ സംഭവങ്ങളൊന്നും നടക്കാതിരുന്നപ്പോൾ ലോകം വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.